അടുത്ത ഒരു വെല്ലോടുകൂടി നമ്മുടെ ഈ നാടകം ആരംഭിക്കുന്നു. അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? നമ്മൾ പറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ ആളുണ്ടെന്നല്ലേ നീ പറഞ്ഞത്? എന്റെ സമീക്ഷ വാങ്ങാൻ ആളെ റെഡിയാ. പക്ഷെ അവിടുത്തെ അമ്മച്ചി സമ്മതിച്ചോ? എടോ, അത് താൻ നോക്കണ്ട. പിന്നെ ഈ ചെറിയേക്കാത്ത തവയോട് സമ്മതം ചോദിച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. ഓ എന്റെ അമ്മേ, ഒന്ന് പതിയെ പ്രാർത്ഥിക്കേ, ഒന്ന് പതിയെ പ്രാർത്ഥിക്കണോ? ഓ, ഞാനിത് ആരോടാ? വിളിപ്പേ, താൻ വെക്കേ, ഞാൻ വിളിക്കാം. സാലമേ, എടി സാലമേ, ഇവിളിത് എവിടെ പോയി കിടക്കുക? രാവിലെ ഞാൻ അലറി വിളിക്കണം ഒരു ചായ ഇടാനായിട്ട്. ആ, എന്തൊക്കെ പറഞ്ഞാലും അവരുടെ പ്രാർത്ഥനയൊക്കെയാ ഈ വീടിന്റെ ഐശ്വര്യം. നിർത്തടാ, നിന്റെ പാട്ടും ഡാൻസും എന്താണ് ഇതൊക്കെ? ഡാഡ്, ഞാനും അണ്ണും കൂടി റീല് ചെയ്യുക. അതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ്. വെൽ അളിയ, ഞങ്ങൾ ഇതിന്റെ ഒരു ക്രിയേറ്റീവ് വേർഷൻ ഇറക്കാനാ പ്ലാൻ. അളിയ ഇതൊന്ന് കണ്ടു. സോൾട്ടാൻ പെപ്പറിൽ പോകണ്ടേ, കപ്പേ മീനും കേട്ടണ്ടേ, കയ്യിൽ ചില്ലിക്കാശില്ല, ഡാഡിന്റെ പോക്കറ്റിലുണ്ടല്ലോ. ആ, കൊള്ളാം, നല്ല പാട്ട്. കാശില്ലാത്തവന്റെ ഒരു ക്രിയേറ്റിവിറ്റി. ഇവിടെ മോനെ ടോണി, നീ പഠിച്ച് നല്ല നിലയിലെത്താൻ ഈ അപ്പൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ഡാഡ്, എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഇതെല്ലാം ന്യൂ ജനറേഷൻ വൈബാണ്. ജസ്റ്റ് എൻജോയ്. ഞാൻ ഒരിക്കലും വഴിതെറ്റി പോവില്ല. അതെ, മക്കൾ നഷ്ടപ്പെടുന്നത് ഒരപ്പനും അമ്മയും സഹിക്കില്ല. അതുകൊണ്ട് പറയുന്നതാ കേട്ടോ. ഡാഡ്, ഞാൻ ഒരിക്കലും വഴിതെറ്റി പോവില്ല. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ മോനെ. Oh, dear Sophia, you okay? Oh, please call me Mons. No, not a monster, just a Mons, baby. Okay, see you there. Yeah, we'll call you later. Bye. എന്റെ പുന്നാര അറിയ, എന്താ ഇന്നത്തെ പ്രോഗ്രാം? Well, അറിയാ, ഇന്നെനിക്ക് അല്പം ടൈറ്റ് സ്കെഡ്യൂളാണ്. അങ്ങ് UK-യിൽ നിന്നും ഒരു സുന്ദരി വരുന്നുണ്ട്. അവിടെ നിന്ന് കാണാൻ പോകുന്നു. പിന്നെ ലഞ്ചിന് എന്നെ പ്രതീക്ഷിക്കണ്ട. എല്ലാം ഒന്ന് സെറ്റായാൽ ഡിന്നറിനും എന്നെ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ? ഹാ, എന്റെ അറിയ, നീ ഇവിടെ വന്നപ്പോ മുതല് എനിക്ക് തലവേദനയാണ്. ഗൾഫിൽ ഉണ്ടായിരുന്ന ഒരു ജോലിയും നീ കളഞ്ഞു തുളച്ചു. പിന്നെ ജോലി ഇല്ലാത്ത നിനക്ക് ആര് പെണ്ണ് തരാനാ? ഇങ്ങനെ കളിച്ചു നടക്കാതെ ഒന്ന് നന്നായിക്കോട്ടെ നിനക്ക്. ഓക്കെ, നോക്കട്ടെ, നിന്നെ വിഷമിപ്പിക്കാൻ പറയുന്നതല്ല കേട്ടോ. നീ എന്റെ ഒരേ ഒരു അളിയനല്ലേ. ഞാൻ ശ്രമിക്കാറില്ല. എന്നാ പോട്ടെ. ഓക്കെ? എന്നാലും എന്റെ ഒരു കെട്ടിയോളം ഇവിടെ എവിടെ പോയതാ? സാലമേ, എടി സാലമേ. മനുഷ്യ, എന്നെ സാലമ്മേ സാലമ്മേ എന്ന് വിളിക്കരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. കോൾ മീ സാൻസ്. എന്തോ സാൻസേ? അല്ല, സാലമ. അത് ശരിയാ. ഒരു തക്കാളി ചുണ്ടും പിന്നെ ക്യാരറ്റ് മൂക്കും.
മൊത്തത്തിൽ പച്ചക്കറി അരി വെച്ച മാതിരി. ഈ വീട്ടിലെ സ്വർണം മൊത്തം ദേഹത്തുണ്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ എങ്ങാനും ചാമിയായി നടക്കുന്നത് നിങ്ങൾക്ക് പിടിക്കില്ലല്ലോ. അല്ല, പകുതി എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല. ഇന്ന് വിമൻസ് ക്ലബിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. എന്താണാവോ ചർച്ചാ വിഷയം? ഓഹരി വിപണി, ആഗോളതാപനം, അതോ സമകാല രാഷ്ട്രീയം? ഏയ്, അതൊന്നുമല്ല. കോസ്മെറ്റിക് പ്രോഡക്ട്സിന്റെ വിലക്കയറ്റം തടയാനുള്ള ഒറ്റയാൾ പോരാട്ടം. ആ, വളരെ അത്യാവശ്യമുള്ള കാര്യമാണല്ലോ. ആ, നടക്കട്ടെ. ഡോ ലാലിച്ച, എന്റെ ബേബിക്ക് ഫുഡ് കൊടുക്കാൻ മറക്കില്ലേ? ശരി കൊച്ചമ്മേ. എടാ, എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. അതെ, ഫുഡ് പട്ടിക്കുള്ളതാ, അല്ലാതെ മുതലാളിക്കുള്ളതല്ല. ആ, നീ ഒന്ന് പോടാ. സാലമ്മേ, എടി സാലമ്മേ, എടാ ലാലിച്ച, ഇവിടെ ആരും ഇല്ല എനിക്കിത്ര വെള്ളം തരാൻ. ഓ, എന്തോ അമ്മച്ചി, ഞാനിച്ച തിരക്കില്ല. കാറും കയറും, പട്ടിയും കുളിപ്പിക്കണം. എന്തുവാടാ? ഓ, ഒന്നുമില്ല അമ്മച്ചി. അമ്മച്ചിയുടെ കൊട്ടൻ ചുക്കായത്തേലത്തിന്റെ കാര്യം പറഞ്ഞതാ. എന്തിനായി വെള്ളം വെക്കുന്നത്? എടാ സാലമ്മ എന്തിയേ? അമ്മച്ചി, അവൾ ഇവിടെ ഇല്ല. അമ്മയ്ക്ക് എന്താ വേണ്ടേ? എന്തുവാ? വെണ്ടയ്ക്കയോ? അല്ല, വെള്ളം വെക്കുന്നതാണ്. എന്തുവാ നീ പറയുന്നേ? ലഹളയോ? എവിടെ? ആ, ബെസ്റ്റ്. വടി എന്ന് പറയുമ്പോ കൊറേ കേൾക്കുന്നേ. ഹലോ സേവഞ്ച, കേക്കാവോ? ആ ആ വിളിപ്പേ. ആ, കേൾക്കാം കേട്ടോ. സെവൻചായ, എന്തായി നമ്മുടെ കാര്യം? വല്ലതും നടക്കുമോ? ആ, പിന്നെ നീ ഒന്ന് വെയിറ്റ് ചെയ്യ കേട്ടോ. ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിച്ചാലോ? എൻ്റെ അമ്മച്ചി, നമ്മുടെ ഈ തറവാടെ നല്ല വിലയ്ക്ക് വാങ്ങാൻ ആൾക്കാർ റെഡിയാണ് കേട്ടോ. അത് വിറ്റിട്ട് നമുക്ക് പുതിയൊരു വീട്ടിലോട്ട് താമസം മാറിയാലോ? ഇത്രയും വലിയൊരു വീട് സൂക്ഷിക്കാൻ വളരെ ബുദ്ധിമുട്ടല്ലേ നമുക്ക്? എന്റെ സൈമൺ, നീ എന്തൊക്കെയായി പറയുന്നേ? നമ്മുടെ തറവാട് വിൽക്കാനോ? അതെങ്ങനെ ശരിയാകും? എന്റെ അപ്പനെ കിട്ടിയ പാരമ്പര്യ സ്വത്തല്ലോ ഇത്. ഇത് വിൽക്കാനോ? എടാ എടാ, നീ ജോസഫിയെ മറന്നോ? പാരമ്പര്യം അനുസരിച്ച് തറവാട് അവനല്ലേ കിട്ടേണ്ടത്? അതിന് അവൻ ജീവിച്ചിട്ടുണ്ടോ? അറിയില്ല. ഇത്രയും നാൾ ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയത് ഞാനാണ്. ഞാൻ തീരുമാനിക്കും കാര്യങ്ങളൊക്കെ. എന്റെ മാത്തുക്കുട്ടി ചായ, നമ്മുടെ മോൾ പറഞ്ഞത് കേട്ടോ? ഈ തറവാട് അവന് വിൽക്കണമെന്ന്. നമ്മുടെ 2 മക്കളും ഒരുമിച്ച് ഈ തറവാട്ടിൽ സന്തോഷമായിട്ട് താമസിക്കുന്നത് ആഗ്രഹിച്ചവരല്ലേ എന്നൊക്കെ. എന്റെ മാത്തുക്കുട്ടി ചായ എന്റെ നഷ്ടമായി. എന്റെ ജോസഫ് ഇപ്പോൾ ഈ തറവാട് നഷ്ടമാകാൻ പോകുന്നു. ഇതെല്ലാം എങ്ങനെയാ ഞാൻ സഹിക്കേണ്ടത്? ഇവിടെ ആരും ഇല്ലേ? സെവൻചായ, അച്ചായോ? ആരാ അത്? ആ, ഇതാണ് ലാലിച്ചനോ? എവിടെ നിന്റെ മുതലാളി? മുതലാളി കുറച്ച് ബിസിയാ. ഇപ്പൊ പല കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. ഓഹോ, കാര്യസ്ഥൻ വീട്ടുകാരനായോ? കാര്യങ്ങൾ അവിടെ വരെ എത്തിയോ? അല്ല, സൈമൺ ചായൻ അത്ര മണ്ടനാണോ? എനിക്ക് തോന്നുന്നില്ല. ഫിലിപ്പ് സാറേ, വേണ്ട കേട്ടോ. കൂടുതൽ എന്നെ കൊച്ചാക്കാൻ നോക്കണ്ട. ഞാൻ ഇവിടുത്തെ സാലമിച്ചേച്ചിയുടെ ഒരു ബന്ധു കൂടിയാ. കുറച്ച് സാമ്പത്തിക പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്. ഞങ്ങളും വലിയ കുടുംബക്കാർ തന്നെയാ.
ഓ ആയിക്കോട്ടെ, നല്ല കാര്യം. തന്റെ മുതലാളി എവിടെ പോയതാ? എന്തോ ബിസിനസ് കാര്യത്തിന് പോയതാ. എന്നോട് ചെല്ലാൻ പറഞ്ഞതാ. എനിക്കിവിടെ ഒത്തിരി ജോലികളില്ലേ, അതുകൊണ്ട് ഞാൻ പോയില്ല. കൊള്ളാം, ഇത് നല്ല തമാശ, കേൾക്കാൻ നല്ല രസമുണ്ട്. അതിൽ തന്നെ അങ്ങനെ കളിയാക്കണ്ട കേട്ടോ. ആ ഫിലിപ്പേ, താനിതെപ്പോ വന്നു? ഞാനേ ഒരിടം വരെ പോയതല്ലേ. പിന്നെ നമ്മുടെ ഈ കച്ചവടം വല്ലതും അങ്ങ് നടക്കുമോ? എന്റെ പൊന്നച്ചായ, ആ പാർട്ടി എന്നെ വിളിച്ചോണ്ടിരിക്കുക. നമുക്കിതങ്ങ് ഉറപ്പിച്ചാലോ? ഫിലിപ്പേ, നീ ആളെ പറഞ്ഞു ഉറപ്പിച്ചു, എല്ലാം സെറ്റാണ്. എന്റെ അച്ചായ, ആർക്കാ ഈ തറവാട് വേണ്ടാത്തെ? ഇത് പൊന്നും വിലയ്ക്ക് വഴങ്ങാൻ ആളുണ്ട്. നീ ആളെ പറഞ്ഞു ഉറപ്പിച്ചു. അച്ചായോ, അച്ചായ, എന്താ എന്താ കാര്യം? ചായ, ദേ അവിവില നമ്മുടെ കൊച്ചാപ്പൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ ഇതാരാ? കൊച്ചാപ്പനോ? അതേടാ കൊച്ചാപ്പൻ, നിന്റെ കൊച്ചാപ്പൻ. നീ അറിഞ്ഞോ, നമ്മുടെ ജോസൂര് തിരിച്ചു വന്നിരിക്കുന്നു. ഇനി നിന്റെ വിളച്ചിലൊന്നും ഇവിടെ നടക്കില്ല. ഓഹോ, അവൻ തിരിച്ചു വന്നോ? കൊച്ചാപ്പ, ഇതൊന്നും കണ്ട് പേടിക്കുന്നവനല്ല ഈ സൈമൺ. അച്ചായ, ആരാ ഈ ജോസ് കുട്ടി? അതെ, അത് അച്ചായന്റെ അനിയനാ. ഇങ്ങനെ ഒരു അനിയനുള്ള കാര്യം അച്ചായ നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ. ഓ അതെ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാ കേട്ടോ. എടാ ജോസൂട്ടി, കേറി വാടാ. എന്താ ചേട്ടാ, എന്നെ അറിയാത്ത പോലെ മറന്നുപോയോ? ഇല്ല, ഒന്നും ഞാൻ മറന്നിട്ടില്ല. പണ്ട് എന്നെയും എന്റെ അപ്പനെയും തമ്മിൽ തെറ്റിച്ചു. അന്ന് എനിക്ക് ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു. പിന്നെ ചേട്ടൻ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ? സാരമില്ല, ഞാനതെല്ലാം അന്ന് ക്ഷമിച്ചു. ഇപ്പോൾ ഞാൻ എന്റെ വീട്ടിൽ തിരിച്ചു വന്നിരിക്കുന്നു. എന്റെ അപ്പന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ വീട്ടിൽ. എടാ ജോസൂട്ടി, നീ ഈ വീട് വിട്ടപ്പോ ഞങ്ങളെ കുറിച്ച് ഓർത്തോ നീ? അച്ചായ, ഇത് വലിയ ചതിയായി പോയി. അപ്പോ ഈ കച്ചവടം നടത്തുന്ന കാര്യം ഒന്നുകൂടി ആലോചിക്കേണ്ടി വരുമല്ലോ. എന്ത് കച്ചവടം? അച്ചായൻ ഈ തറവാട് വിൽക്കാൻ നോക്കുക. നന്ദിയില്ലാതെ നീ എനിക്കെതിരെ സംസാരിക്കാൻ നോക്കുന്നോ? ക്ഷമിക്കണോ അച്ചായ? എന്നാ ശരി അച്ചായ, ഞാൻ ഇറങ്ങുവാ. എന്റെ സമയം വെറുതെ മറക്കരുത്. താഴെ നിന്ന്. ഇല്ല, എനിക്ക് സമയമില്ല. ശരി, പിന്നെ കാണാം. ഓഹോ, അപ്പോ കാര്യങ്ങൾ അവിടെ വരെ ആയി അല്ലേ? ഇങ്ങനെ തോന്നി ചേട്ടാ, അപ്പൻ ജീവന തുല്യം സ്നേഹിച്ച ഈ തറവാട് വിൽക്കാൻ. നിന്നോട് ചോദിച്ചിട്ട് വേണോ ഇതൊക്കെ ചെയ്യാൻ? എടാ ജോസൂട്ടി, നിന്റെ ചേട്ടന് സ്വന്തം ബന്ധം എന്നൊന്നുമില്ല. അവർ പണം 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 മാത്രം മതി. ഞാൻ അവന്റെ അപ്പന്റെ ചോരയാ. എന്നെ നേരിൽ കണ്ടാൽ ചെറുത്താൻ കുശുവിന്റെ പോലെ അവന്. എന്റെ ഭാര്യ, അവൾ ആശുപത്രിയിൽ അത്യാഹിതമായി കിടന്നപ്പോൾ അന്ന് അട്ടിക്കാരനായ ഞാൻ അവരുടെ കാശ് കടമായിട്ട് ചോദിച്ചു. അപ്പോൾ ഇവൻ തന്നില്ല. വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. ബന്ധങ്ങൾ തകരാൻ ഒരു വാക്ക് മതി. കൊച്ചാപ്പൻ കൂടുതലൊന്നും എന്നോട് പറയണ്ട. അപ്പൻ സമ്പാദിച്ചു വെച്ചു പലതും. അതിൽ നിന്ന് ഞാനും കുറച്ചൊക്കെ ഉണ്ടാക്കി. മരണം വരെ അപ്പനെയും ഇപ്പൊ അമ്മയും നോക്കുന്നത് ഈ ഞാനാ. ഈ പറയുന്ന സഹോദരൻ ഇത്രയും നമ്മൾ എവിടെയായിരുന്നു? ഇപ്പോ അവകാശവും ചോദിച്ചു വന്നിരിക്കുന്നു. ഒന്ന് പോയിക്കൂടെ? ചേട്ടാ, ഞാൻ അവകാശത്തിന് യുദ്ധം ചെയ്യാൻ വന്നതല്ല. ചേട്ടൻ ഒന്നും ഓർക്കുന്നത് നല്ലതാ. ഈ കുരിശുങ്കൽ തറവാട് നമ്മുടെ അഭിമാനമാണ്. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഈ തറവാട് വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ അനുഭവം ആർക്ക് വേണം? നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്യേ. നമുക്ക് കാണാം. കാണാം. കൊച്ചാപ്പ, വാ നമുക്ക് പോകാം. ചേട്ടന്റെ കണ്ണിലിപ്പോ ഇരുട്ടാണ്. കാശിന്റെ നിഴല് വീണ ഇരുട്ട്. അപ്പോ കാണേണ്ടതൊന്നും കാണില്ല. കണ്ടാലും കണ്ണിൽ തന്നെ നടിക്കും. സൈമനെ, നീ ചെയ്തത് ശരിയല്ല. രക്തബന്ധം എന്നത് അങ്ങോട്ട് മുറിയുന്നതല്ല. അത് മുറിഞ്ഞാൽ പിന്നെ ആർക്കും സ്ഥിതി ചേർക്കാൻ പറ്റില്ല. വാ കൊച്ചാപ്പ, നമുക്ക് പോകാം.
നോക്കിയ ഈ മകന് പുല്ല് വരിക അല്ലേ? എന്റെ സൈമ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നിനക്ക് ജോസൂട്ടിയോട് ഇത്രയും ദേഷ്യം തോന്നാൻ അവൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? അവൻ തിരിച്ചു വന്നതാണോ നിന്റെ പ്രശ്നം? ആരോടും പറയാതെ പോയതല്ലേ അവൻ? ഓർക്കുന്നുണ്ടോ നീ? പണ്ട് അവനൊന്നും വീണപ്പോ വാവിട്ട് കരഞ്ഞ് നേരം വെളുക്കുവോളം ഉറങ്ങാതെ ഇരുന്ന് അവനെ ശുശ്രൂഷിച്ചവനാ നീ. നീ തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ അമ്മേ, എന്തിനാ ഈ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? എന്തായാലും ഇതൊന്നും കാണാൻ നിന്നെ അപ്പനിന്നില്ല. നേരത്തെ അങ്ങ് പോയി. പക്ഷെ ജോസൂട്ടിയെ ഓർത്ത് മനം നൊന്ന് നീറിയ ആ പാവം മരിച്ചത്. അപ്പോ എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണോ? എന്നെ മത്തു പിടിച്ച നമ്മുടെ മക്കളിപ്പോ ശത്രുക്കളാ. നമ്മുടെ സൈമൺ എന്നോട് സ്നേഹത്തോടൊന്ന് സംസാരിച്ചിട്ട് നാളുകളായി. അല്ലെങ്കിലും വയസ്സാകുന്നോറും മാതാപിതാക്കളും മക്കളും ഒരു ഭാരമല്ലേ. എന്നെ ജോസൂട്ടി ഒന്ന് തിരിച്ചു വന്നിട്ട് അവനെ ഒരു നോക്ക് കാണാൻ പോലും പറ്റുന്നില്ല. വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ അല്ലേ ജയ? അമ്മച്ചി, അമ്മച്ചി, അമ്മച്ചി ഇത് ആരോടാ സംസാരിക്കുന്നേ? ഞാനിത് ആരോടാ ചോദിക്കുന്നേ? അച്ചായ, അച്ചായ, എന്താ എന്താ പറ്റിയേ? എന്താ അച്ചായ നമ്മുടെ അമ്മച്ചിക്ക് പറ്റിയത്? എന്തൊക്കെയോ തനിയെ സംസാരിക്കുന്നു. നീ അറിഞ്ഞില്ലേ ജോസൂട്ടി വന്ന കാര്യം? ജോസൂട്ടിയോ? അതെ, അവൻ വന്നിരിക്കുന്നു. അതിന്റെ ഇളക്കമായിരിക്കും അമ്മച്ചിക്ക്. ഈ തറവാട് അവന് കിട്ടുമല്ലോ. എന്റെ അച്ചായ, എന്റെ ഫ്രണ്ട്സ് എല്ലാം UK-യിലും കാനഡയിലും ഒക്കെയാ. നമുക്കും അവിടെ പോയി സെറ്റിൽ ആകണ്ടേ? ഇത് ഞാൻ എത്ര നാളായി പറയുന്നതാ. അപ്പോൾ ഈ തറവാട് എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുക. അച്ചായ എന്തിനാ ഈ തറവാട് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നേ? എല്ലാം ഒന്ന് വിട്ടുകൊടുത്തൂടെ? ഒന്ന് നോക്കിയാ നീ പറയുന്നത് ശരിയാ. എന്നാലും ഈ തറവാടും നാടും ഒക്കെ വിട്ട എങ്ങനെയാ? അച്ചായ, നമ്മുടെ ടോണിമോനും ഒരു ജീവിതമൊക്കെ വേണ്ടായോ? അവനും ആഗ്രഹം കാണില്ലേ വെളിയിലൊക്കെ പോയി പഠിക്കാൻ? ആ, നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എല്ലാം ശരിയാകും, വിഷമിക്കണ്ട. ഞാനില്ലേ കൂടെ? കൊച്ചപ്പ, ഈ വക്കീൽ ഇപ്പോഴെങ്ങാനും വരുമോ? ദേ വന്നല്ലോ. വക്കീലേ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എടോ ജോസൂട്ടി, താൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ തന്റെ ചേട്ടൻ തന്നെ ചതിക്കുവാനുള്ള പരിപാടിയാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നിയമം അനുസരിച്ച് ഈ തറവാട് ഇളയ മകനായ തന്റെ പേരിലാകാനാണ് സാധ്യത. പക്ഷേ എനിക്ക് ഉറപ്പില്ല. എനിക്ക് തോന്നുന്നത് ചേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യൂ. ചേട്ടന് ജോസൂട്ടിനെ വളരെ ഇഷ്ടമായിരുന്നു. അവനന്ന് ഇറങ്ങിപ്പോയതിനു ശേഷമാണ് ചേട്ടന് ഇത്ര ഇരിപ്പിലായിപ്പോയത്. എടാ മോനെ ജോസൂട്ടി, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല കേട്ടോ. എന്നാലും എൻ്റെ വക്കീൽ ഇനി എന്താ ഒരു പരിഹാരം? ഇതിനൊരു പരിഹാരമുണ്ട്. മോഷം. എന്താ? അതെ, മോഷണം. തറവാടിന്റെ പ്രമാണം മോഷ്ടിക്കണം. അല്ലാതെ വേറെ ഒരു വഴിയും ഞാനിപ്പോൾ കാണുന്നില്ല. ഒരു വക്കീലും പറഞ്ഞു തരേണ്ട കാര്യമല്ല ഇത്. എങ്കിലും ഇപ്പോൾ ഈ അവസ്ഥയിൽ ഇതേ ഒരു മാർഗം ഞാൻ കാണുന്നുള്ളൂ. വക്കീലേ, ഇത് ശരിയാവുമോ? ഏതോ അത് തന്റെ വീടല്ലേ. തനിക്ക് ഏത് രാത്രിയിലും അവിടെ ചെല്ലാമല്ലോ. വീടിന്റെ മുക്കും മൂലയും തനിക്കറിയാം. പിന്നെന്താ താൻ പേടിക്കുന്നത്? എടാ ജോസൂട്ടി, ഞാൻ അറിഞ്ഞിടത്തോളം അവരിന്ന് സൈമൺ സാലമയും തിരുവല്ലയിൽ അവളുടെ വീട് വരെ പോവുകയാണ്. അവർ നാളെ വരുന്നുള്ളൂ.
പിന്നെ അമ്മച്ചിയും ലാലച്ചനും മാത്രമേ വീട്ടിലുള്ളൂ. ഈ അവസരം ഇനി കിട്ടില്ല. കൊച്ചപ്പൻ എന്താ ഈ പറയുന്നേ? അതൊക്കെ ശരിയാവുന്ന കാര്യമാണോ? എടാ, നീ പേടിക്കാതെ ഞാനില്ല നിന്റെ കൂടെ. നീ ചെറുതായൊരു വേഷം മാറണം, അത്രയേ ഉള്ളൂ. അതൊക്കെ ഞാൻ ഏറ്റു. അപ്പൊ വക്കീലെ, പ്രമാണവുമായി ഞങ്ങൾ വരും. നമുക്ക് ഉടനെ ഇതിന് തീരുമാനം ഉണ്ടാക്കണം. അതെ, നിങ്ങൾ ധൈര്യമായി ചെല്ലുന്നു. മാധുക്കുട്ടിച്ചായ, അയ്യോ, ഓ, ഇത് ശരിക്കും കൈ പൊട്ടുന്നപോലെ തോന്നുന്നുണ്ടല്ലോ. അപ്പൊ ഇത് സ്വപ്നമാണോ അത് സത്യമാണോ? കൊച്ചു ശ്രേഷ്ഠ കുട്ടി, സുഖമാണോ നിനക്ക്? ഓ, സുഖം അറിയാലോ. എല്ലാ സ്വർഗത്തിലും കാണുന്നുണ്ടല്ലോ അല്ലേ? അറിയാം, എല്ലാം കാണുന്നുണ്ട്. തറവാട് വിൽക്കാൻ പോകുന്നു അല്ലേ? പ്രമാണമൊക്കെ നിന്റെ കയ്യിലാ അല്ലയോ? അയ്യോ അല്ല, അതൊക്കെ നമ്മുടെ മോൻ സൈമന്റെ മുറിയിൽ അലമാരയിൽ വെച്ച് നോക്കിയിരിക്കുക. എന്നിട്ട് താക്കോൽ നമ്മുടെ മരുമോളില്ലേ സാലമ്മ, അവളുടെ ഇല്ല, അവളത് അവിടെ ആ മേശയ്ക്കകത്ത് എവിടെയോ വെച്ചിരിക്കുക. ഇച്ചേന്റെ അമ്മ അന്ന് എനിക്ക് തന്നൊരു താക്കോൽ കൂട്ടല്ലേ, ഈ തറവാട്ട് താക്കോൽ കൂട്ടം ഇപ്പോഴും സാലമ്മയുടെ കയ്യിലാണ്. എനിക്കിവിടെ ഒരു അധികാരവുമില്ല, അവകാശവും ഇല്ലായ. കൊച്ചു ത്രേസ്യേ, നീ പേടിക്കണ്ട, എല്ലാം ശരിയാകും. നീ എന്നാ ഇനി കിടന്ന് ഉറങ്ങിക്കോളൂ. അയ്യോ, അപ്പൊ പോവാണോ? ഞാനെവിടെ പോകാൻ? ഞാനിവിടെ തന്നെ കാണും. നീ ഇറങ്ങിക്കോളൂ കൊച്ചു ത്രേസ്യേ. Cruising in my lane fast, call it high speed. I've been working hard, yeah, I've been working nightly. ഇതായി കൊച്ചാപ്പനോ? How do you? ഞാനേത് വകയിലാണ് നിന്റെ കൊച്ചാപ്പനായത്? അത് അളിയൻ വിളിക്കുന്ന കേട്ട് അങ്ങ് വിളിച്ചു പോയതാ. ആഹാ, നല്ല കാര്യം. ഇതാ ജോസുട്ടി, പണ്ട് വീട് വിട്ടു പോയ ഉണ്ണി. ഹായ് ബ്രോ, ഹൗ ആർ യു? ഒന്ന് പോടാ. ഓക്കെ, എന്നാ പിന്നെ കാണാം ബ്രോ. ടേക്ക് കെയർ, ബൈ. ഹാ, കൊച്ചാപ്പനോ? ഓ, സകൽ മുതലാളി എന്ന് കാണാൻ വന്നതാണേ. പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. കൊച്ചാപ്പനധികം വളച്ചിട്ടില്ലാതെ കാര്യം പറ. നിന്റെ പേരില്ലാത്ത തറവാട് നീ എങ്ങനെ വിൽക്കും? കൊച്ചാപ്പനെ ക്രോസ് വിസ്താരം ചെയ്യാൻ വന്നാണോ? അല്ല, നിന്റെ ഒരു കളി ഇനി നടക്കാൻ പോകുന്നില്ല. അത് പറയേണ്ടത് തന്നെ പറയട്ടെ. വക്കീലേ, വക്കീലേ. ഹലോ മിസ്റ്റർ സൈമൺ. ആരാ? എന്ത് വേണം? എന്നെ താങ്കൾക്ക് അറിയാൻ വഴിയില്ല. താങ്കളുടെ അച്ഛന്റെ സുഹൃത്തും കുടുംബ വക്കീലുമായിരുന്നു ഞാൻ, അഡ്വക്കറ്റ് വിശ്വനാഥ പൊതുവാൾ. വന്ന കാര്യം ചുരുക്കി പറയാം. ഈ തറവാട് മാത്തുക്കുട്ടിയുടെ ഇളയ മകൻ ജോസുകുട്ടിയുടെ പേരിലാണ്. വിൽപ്പത്രം അനുസരിച്ച് അത് അവനുള്ളതാണ്. അങ്ങനെ ചുരുൾ അതിന്റെ പേരിലാക്കുവാൻ നോക്കണ്ട. അതിനുവേണ്ടി ഏതറ്റം വരെ ഞാൻ പോകും. ജോസൂട്ടി മോനെ, ഒരു ജോസൂട്ടി, നീയോട് വലിയ അമ്മച്ചി കാണാൻ വന്നല്ലേ? ഒത്തിരി സന്തോഷമായി മക്കളെ. നീ ഒട്ടും പോണ്ട കേട്ടോ. വേണ്ട ചായ, ഈ തറവാടിന്റെ ബന്ധങ്ങൾ തകർത്തിട്ട്
നമുക്ക് ഒന്നും വേണ്ട. ഇതൊന്നും പണം കൊണ്ട് നേടാൻ പറ്റില്ലല്ലോ. ചേട്ടാ, ഈ തറവാട് ചേട്ടന് തന്നെ ഇരിക്കട്ടെ. എനിക്ക് വേണ്ട. ഞാനിതൊരിക്കലും ഇതൊന്നും ആഗ്രഹിച്ചിട്ടുള്ളതല്ല. എനിക്ക് ജീവിക്കാനുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജോസൂട്ടി, എല്ലാം നീ മറക്ക്. പല വഴികളിലും എനിക്ക് തെറ്റുകൾ പറ്റി. ഒന്നും മനഃപൂർവ്വമല്ല കേട്ടോ. സലമേ, നീ പറഞ്ഞതാ ശരി. ഈ തറവാടിന്റെ ബന്ധങ്ങൾ തകർത്തിട്ട് നമുക്കൊന്നും വേണ്ട. ചേട്ടാ, ഇനി ഒരിക്കലും നമ്മുടെ ബന്ധങ്ങളുടെ കണ്ണികൾ മുറിയാതെ നമുക്ക് ഒരുമിച്ച് നിന്നുകൂടെ? എന്റെ മാത്തുക്കുട്ടിച്ചായ കണ്ടില്ലേ, ഇപ്പൊ നമ്മുടെ മക്കളെല്ലാവരും ഒന്നിച്ചായി. സന്തോഷായില്ലേ? ഇനിയും എന്നെ കാണാൻ വരണം കേട്ടോ. ഞാൻ കാത്തിരിക്കും. അപ്പോ അളിയ, എല്ലാവരും ഹാപ്പി അല്ലേ? നമുക്കൊരു സെൽഫി എടുത്താലോ? സഹോദരരെ, കഥാ തിരക്കഥാ സംവിധാനം ബീൻസ് കഞ്ഞിരപ്പള്ളി, സംഭാഷണം വിനോദ് ചന്ദ്രപ്പള്ളി, സപ്തമിശ്രമം ലാലു തിരുവനന്തപുരം. ഈ നാടകത്തിന്റെ അരങ്ങിൽ പ്രവർത്തിച്ചവർ അമ്മച്ചി ബീൻസ് കഞ്ഞിരപ്പള്ളി, സൈമൺ വിനോദ് ചന്ദ്രപ്പള്ളി, സാലമ്മ സിന്ധു അടൂർ, ജോസൂട്ടി ലാലു തിരുവനന്തപുരം, കൊച്ചാപ്പൻ ബിനോയ് വൈക്കം, അഡ്വക്കേറ്റ് വിശ്വനാഥ് പൊതുവാൾ, തങ്കച്ചൻ തൊടുപുഴ, ബ്രോക്കർ ഫിലിപ്പ് ബിജു തലയോലപ്പുറം, മോനിച്ചൻ സജോഷ് രാമപുരം, ടോണി ആഷിഖ് പിറവം, ലാലിച്ചൻ ജസ്റ്റിൻ നെടുകുന്നം. ഇത്രയും നേരം ഞങ്ങളുടെ ഈ ലഘുനാടകം കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു.